ശബരിമലയിൽ തിരക്കിന്റെ പശ്ചാത്തലത്തിൽ അയ്യപ്പ ഭക്തർക്കായി ഏകോപിപ്പിച്ച് കൂടുതൽ സൗകര്യങ്ങളൊരുക്കി. മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്തെത്തിയിട്ടുണ്ട്. സന്നിധാനത്തെ സൗകര്യങ്ങളും മന്ത്രി വിലയിരുത്തും. സിജു കണ്ണനുണ്ട് സന്നിധാനത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സിജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നത്തെ തിരക്ക്? ഈ ഒരു തിരക്കിന്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളും കുപ്രചാരണങ്ങളും ഒക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്താണ് അവിടുത്തെ വസ്തുത? കീർത്തി, ശബരിമലയിൽ ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സുഗമമായി നടന്നു പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സർക്കാർ തലത്തിൽ വലിയ ഇടപെടലുണ്ടായി. മന്ത്രി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി തന്നെ നിലയ്ക്കലിലും എരുമേലിയിലുമെല്ലാം എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ആദ്യം മന്ത്രി എരുമേലിയിലാണ് എത്തിയത്. അവിടെ നിന്ന് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി കൂടുതൽ KSRTC ബസ്സുകൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തി. പിന്നീട് നിലയ്ക്കലിലെത്തി മന്ത്രി അവലോകന യോഗം ചേർന്നിരുന്നു. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് നിലയ്ക്കലിലെ കാര്യങ്ങൾ വിലയിരുത്തി. നിലയ്ക്കലിൽ നിന്ന് KSRTC ബസ്സിൽ മാത്രമാണ് ഭക്തർക്ക് ഈ സന്നിധാനത്തേക്ക് പമ്പയിലേക്ക് പോകാൻ കഴിയുന്നത്. കൂടുതൽ KSRTC ബസ്സുകൾ ആവശ്യമാണെങ്കിൽ ഇവരുടെ യാത്രയ്ക്ക് കൂടുതൽ ബസ്സുകൾ ഏർപ്പെടുത്തുന്ന കാര്യം ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്രക്കുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം അവിടെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. അതിനുശേഷം വൈകുന്നേരം 5:30 പമ്പയിലെത്തിയിരുന്നു. പമ്പയിലും മന്ത്രി മന്ത്രി കെ രാധാകൃഷ്ണൻ കാര്യങ്ങളെല്ലാം തന്നെ നടന്ന് കണ്ടു. വിശ്വാസികളുമായി തീർത്ഥാടകരുമായി സംസാരിച്ചു. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായി വിലയിരുത്തി. അതിനുശേഷം അവിടെയും അവലോകന യോഗം ചേർന്നിരുന്നു. പമ്പയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി നീലിമല നടന്നു കയറി മന്ത്രി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. സന്നിധാനത്തും അവലോകന യോഗം ചേരും. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 9 മണിക്കാണ് അവലോകന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ സന്നിധാനത്തെ സൗകര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തും. വളരെ മികച്ച ഒരു സൗകര്യങ്ങളാണ് ഈ ഉത്സവകാലത്ത് തീർത്ഥാടകർക്കായി സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലുമെല്ലാം ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് കണ്ടതാണ്. ഈ നീലിമലയിൽ വരുന്ന വഴിയിൽ കൂടുതൽ കുടിവെള്ള സൗകര്യങ്ങൾ, ശുദ്ധീകരിച്ച വെള്ളമുണ്ട്. അതോടൊപ്പം തന്നെ ഔഷധ കുടിവെള്ളമുണ്ട്, ബയോ ടോയ്ലറ്റ് സൗകര്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ബയോ ടോയ്ലറ്റുകളും അതോടൊപ്പം തന്നെ കുടിവെള്ള കൗണ്ടറുകളുമെല്ലാം തന്നെ കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഡൈനാമിക് ക്യൂ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൈനാമിക് ക്യൂ സംവിധാനം വലിയ തിരക്കിനിടയിലും അത് കൃത്യമായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോ സ്ഥലത്ത് തീർത്ഥാടകരെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. അതോടൊപ്പം ഈ 18ാം പടിയിൽ കൂടി കൂടുതൽ ആളുകളെ കടത്തിവിടുന്നതിനുള്ള ഒരു ഏർപ്പാട് കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തിരുന്നു. പരമാവധി 80 ആളുകളെയാണ് കടത്തിവിടാൻ കഴിയുന്നത്. എങ്കിൽ മാത്രമേ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയൂ. എല്ലാവരും ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടി ദർശനം നടത്താൻ എത്തുന്നവരാണ് 99% ആളുകളും. അതുകൊണ്ട് പരമാവധി ആളുകളെ ഒരു മിനിറ്റിൽ എത്രത്തോളം ആളുകളെ 18ാം പടിയിൽ കൂടി കയറ്റാൻ കഴിയുമെന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. 80-ലധികം പേരെ ഇപ്പോൾ നിലവിൽ വളരെ കാര്യക്ഷമമായി 18ാം പടിയിലൂടെ കയറ്റി വിടുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഈ നടപ്പന്തലിലും അതോടൊപ്പം തന്നെ 18ാം പടിക്ക് താഴെയുള്ള തിരക്ക് നിയന്ത്രിക്കാൻ കഴിയൂ. അത് നിയന്ത്രിക്കുന്നതിനനുസരിച്ച് മാത്രമേ കൂടുതൽ തീർത്ഥാടകരെ ഇങ്ങോട്ട് കടത്തിവിടാൻ കഴിയൂ. സന്നിധാനത്തെ തിരക്ക് കുറയുന്നതിനനുസരിച്ചാണ് പമ്പയിൽ നിന്ന് ആളുകളെ കയറ്റിവിടുന്നത്. കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആന്ധ്രാപ്രദേശ്, അതോടൊപ്പം തന്നെ തമിഴ്നാട്, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടകർ എത്തിത്തുടങ്ങിയതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരക്ക് നമ്മൾ കണ്ടത്. ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തീർത്ഥാടകർക്ക് നല്ല ഒരു മണ്ഡല മകരവിളക്ക് കാലം ഒരുക്കാനാണ് സർക്കാർ തലത്തിലുള്ള ഇടപെടലിലൂടെ ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് കൃത്യമായി. സിജു, മറ്റൊരു കാര്യം, ഈ സൗകര്യങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകർ തൃപ്തരാണ്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? കാരണം അതും പ്രധാനമായി അറിയേണ്ട ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തീർത്ഥാടകരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? കീർത്തി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ തീർത്ഥാടകരുമായി
സംസാരിച്ചിരുന്നു. ഇതര സംസ്ഥാനത്ത് നിന്നുൾപ്പെടെ വരുന്ന ആളുകളുമായാണ് സംസാരിച്ചത്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ വരുന്ന ആളുകൾ പറയുന്നത് ഡൈനാമിക് ക്യൂ സംവിധാനം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ആളുകളെ നിയന്ത്രിച്ചുകൊണ്ട് കടത്തിവിടുന്ന ഒരു സംവിധാനം വളരെ ഫലപ്രദമാണ് എന്നാണ്. കാരണം തിരുപ്പതിയിൽ ഉൾപ്പെടെ വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഇവിടെ കേരളത്തിലുള്ള ആളുകൾക്ക് ആ ഒരു സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി വലിയ ഒരു ധാരണയില്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ അത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ അവർ തമിഴ്നാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും എല്ലാം വരുന്ന അയ്യപ്പ ഭക്തർ തീർത്ഥാടകർ പറയുന്നത് വളരെ ഫലപ്രദമായ സംവിധാനമാണ്. കാരണം ഈ ക്യൂ നിയന്ത്രിച്ച് കൊണ്ടുവരുന്ന വഴിയിലെല്ലാം തന്നെ ഈ ക്യൂ കോംപ്ലക്സിൽ ഉൾപ്പെടെ അവർക്ക് കുടിവെള്ളം, ക്യൂ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ 6 ക്യൂ കോംപ്ലക്സുകളാണുള്ളത്. അതിന് 3 ബ്ലോക്ക് വീതമാണുള്ളത്. ഇവിടെ ഇവർക്ക് കുടിവെള്ളം സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ലഘുഭക്ഷണ വിതരണം ചെയ്യുന്നുണ്ട്. ക്യൂ വരിയായി നിന്ന് ബുദ്ധിമുട്ടുന്നതിന് പകരം അവിടെ അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ ക്യൂ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഇവർ കടന്നു വരുന്ന വഴിയിലെല്ലാം തന്നെ കൃത്യമായി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് തീർത്ഥാടകരെ ഇങ്ങോട്ട് കടത്തിവിടുന്നത്. അത് സൗകര്യപ്രദമാണ്. ഒരു 30,000 പേർ ഒരുമിച്ച് വരുമ്പോൾ അവരെ ഒരുമിച്ച് 18-ാം പടിക്ക് താഴേക്ക് എത്തിക്കുന്നതിന് പകരം ഓരോ മേഖലകളായി തിരിച്ച് ആളുകളെ വിടുന്നത് തീർത്ഥാടകർക്ക് വലിയ സൗകര്യപ്രദമാകുന്നു എന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, എല്ലായിടത്തും കുടിവെള്ള സൗകര്യമുള്ളതാണ്. ഈ നീലിമല കയറി വരുന്ന വഴിയിൽ കാനനപാതയിൽ ഓരോ 100 മീറ്ററിനിടയിലും ചൂടുവെള്ളം, ഔഷധ കുടിവെള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ശുദ്ധീകരിച്ച കുടിവെള്ളവും ലഭ്യമാണ്. അത് അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലാണ് നൽകുന്നത്. അതിനായി പ്രത്യേക വളണ്ടിയർമാരുണ്ട്. പോലീസും അതോടൊപ്പം സഹായിക്കുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ശബരിമലയിൽ പോലീസിൻ്റെ എണ്ണം കുറവ് എന്ന കാരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ വസ്തുത ഇതല്ല. ശബരിമലയിൽ മാത്രം, സന്നിധാനത്ത് മാത്രം, മരക്കൂട്ടം മുതൽ സന്നിധാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രം സേവനമനുഷ്ഠിക്കുന്നത് 1850 പോലീസുകാരാണ് നിലവിൽ സേവനമനുഷ്ഠിക്കുന്നത്. 6 ഘട്ടങ്ങളായി ഈ നവംബർ 16 മുതൽ ഈ ജനുവരി 20 വരെയുള്ള മണ്ഡല മകരവിളക്ക് കാലത്തേക്ക് 6 ഘട്ടങ്ങളായാണ് പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ളൊരു പോലീസ് വിന്യാസമാണ് ശബരിമലയിലുണ്ടായി. ഈ ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് 10 പോലീസുകാരെയാണ് ഇത്രയും ദിവസത്തേക്ക് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. 6 ഘട്ടമായി തിരിഞ്ഞുകൊണ്ട് 1850 പോലീസ് സന്നിധാനത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതേ നിലയിൽ തന്നെ പമ്പയിലുണ്ട്. പമ്പയിൽ 1200 പോലീസുകാരാണ് മുഴുവൻ സമയവും 24 മണിക്കൂറും സേവനമനുഷ്ഠിക്കുന്നത്. നിലയ്ക്കലിലാണെങ്കിൽ 1400 പോലീസുണ്ട്. ഒരേ ഘട്ടത്തിൽ 4000-ലധികം പോലീസുകാരാണ് നിലയ്ക്കൽ മുതൽ ഈ സന്നിധാനം വരെ സേവനമനുഷ്ഠിക്കുന്നത്. അവർ 3 ഷിഫ്റ്റിലായാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ 18-ാം പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ 18-ാം പടിയിൽ കൂടി തീർത്ഥാടകരെ കയറ്റുന്നതിന് വേണ്ടി ഏറ്റവും ശ്രമകരമായ ഒരു ജോലി. അങ്ങനെ ഓരോ സ്ഥലത്തും തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്ക് പോലീസ് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വളരെ മികച്ച അഭിപ്രായമാണുള്ളത്. മറ്റ് നടക്കുന്ന പ്രചാരണങ്ങളെല്ലാം തന്നെ വളരെ ആസൂത്രിതമാണെന്ന് കാണേണ്ടി വരും. ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടുതൽ കുടിവെള്ള സൗകര്യങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ബയോ ടോയ്ലറ്റുകളെല്ലാം തന്നെ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കുമെല്ലാം വേർതിരിച്ചുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഉത്സവകാലത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളും കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇങ്ങനെയുള്ള കുട്ടികളും സ്ത്രീകളും കൂടുതലായി വരുമ്പോൾ 30% ആളുകളാണ് ഇതുവരെ എത്തുന്നത് എന്നാണ് കണക്കാക്കുന്നത്. അവരെ ഈ 18-ാം പടിയിൽ കൂടി കയറ്റിവിടുന്നതിന് വലിയ ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ വ്യത്യാസമുണ്ടാകും. 1 മിനിറ്റിൽ 80 പേര് എന്ന നിലയിൽ കയറ്റിവിടാൻ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പാടാണ്. സ്ത്രീകളെയും കുട്ടികളും കൂടുതലായി എത്തുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും ആ കണക്ക് 60ആയി കുറയും, അല്ലെങ്കിൽ 50-നും 60-നും ഇടയിലായി മാറും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും താഴെ തിരക്ക് കുറച്ച് സമയവും തീർത്ഥാടകർക്ക് ഇവിടേക്ക് കടന്നു വരാനെടുക്കുമെന്നുള്ളതാണ്. 18-ാം പടി വഴി ഇരുമുടിക്കെട്ടുമായി വരുന്നവരാണ് 99% തീർത്ഥാടകരും. വളരെ ചുരുങ്ങിയ ശതമാനം ആളുകൾ മാത്രമാണ് മറ്റ് വഴിയിൽ കൂടി ഇരുമുടിക്കെട്ടില്ലാതെ വന്ന ദർശനം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം എത്ര കുട്ടികളും സ്ത്രീകളുമാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അപ്പോൾ വലിയൊരു പ്രയത്നമാണ്, വലിയൊരു അധ്വാനമാണ് പോലീസ് ഇവിടെ നടത്തുന്നത്. ഓരോ 20 മിനിറ്റിലും ഇവിടെയുള്ള പോലീസുകാരുടെ ഷിഫ്റ്റ് മാറുന്നുണ്ട്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. പോലീസുകാർ 20 മിനിറ്റിൽ അടുത്ത ഷിഫ്റ്റിലുള്ള ആളുകൾ വരും. കാരണം ഈ 18-ാം പടിയിൽ നിന്ന്
കൊണ്ട് ആളുകളെ ഇങ്ങനെ കയറ്റുക എന്ന് പറയുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഏതായാലും പോലീസും മറ്റ് വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ വളരെ ശ്രമകരമായി നല്ലൊരു തീർത്ഥാടന കാലം അയ്യപ്പ ഭക്തർക്ക് നൽകുന്നതിന് വേണ്ടി വലിയ അത്യധ്വാനമാണ് ഈ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അധ്വാനത്തെ വിലകുറിച്ച് കാണുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ്, ആസൂത്രിതമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. എന്നാൽ ആ നിലയിൽ പുറത്ത് പ്രചരിക്കുന്ന നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ശബരിമലയിലില്ല. ശബരിമലയിൽ നമുക്കറിയാം ഈ മകരവിളക്ക് അതോടൊപ്പം തന്നെ ഈ മണ്ഡല ഉത്സവ കാലത്തെല്ലാം തന്നെ സാധാരണ നിലയിൽ ഈ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. ആ തിരക്കിനിടയിലും അയ്യപ്പ ദർശനം നടത്തി മടങ്ങി പോകുന്നതിന് അയ്യപ്പ ഭക്തർ തീർത്ഥാടകർ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ വിവാദങ്ങൾ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണ് എന്ന തരത്തിലാണ് നമുക്ക് തീർത്ഥാടകരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ വളരെ മികച്ച അഭിപ്രായമാണ്. ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യം അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഒരു സേവനത്തെ പറയുന്നത്. മലയാളികളും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. വളരെ ചുരുക്കം ആളുകളുടെ ഒരു പ്രതികരണങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വേറിട്ട രീതിയിൽ കേട്ടത്. എന്നാൽ അത്തരം വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഈ സന്നിധാനത്തോ അല്ലെങ്കിൽ പമ്പയിലോ നിലയ്ക്കലിലോ ഇല്ല. തിരക്ക് കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടലുകളാണ് നടത്തുന്നത്. അതിൽ വളരെ പ്രധാനം ഈ 18-ാം പടി വഴി ആളുകളെ ഒരു മിനിറ്റിൽ എത്രത്തോളം ആളുകളെ കടത്തിവിടാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആ 18-ാം പടിയിൽ കൂടി ആളുകളുടെ സുഗമമാകും മാത്രമേ സ്വാഭാവികമായും ആ തിരക്കിലും കുറവുണ്ടാകൂ. മറ്റൊരു തരത്തിലും ആ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 18-ാം പടിയിൽ കൂടി പരമാവധി ആളുകളെ കടത്തിവിട്ടുകൊണ്ട് തീർത്ഥാടകർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത തരത്തിലുള്ള സൗകര്യങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും, ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തും. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം സന്നിധാനത്തും പമ്പയിലും എല്ലാം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. വളരെ നല്ല ഒരു തീർത്ഥാടന കാലം നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ശ്രമിക്കുന്നത്. കീർത്തി, ശരി, സിജു ഖരനാണ് വിശദമായി തന്നെ സന്നിധാനത്തെ തിരക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകി.